ഇന്നത്തെ ന്യൂസ് ആംഗിൾ ചർച്ച ചെയ്യുന്നത് പുനർജനി കേസാണ്. പുനർജനി കേസിൽ വി.ഡി. സതീശനെ കുരുക്കാനുള്ള സർക്കാർ നീക്കം തുടക്കത്തിലേ പാളി. സതീശനെ വിജിലൻസ് പ്രതി ചേർക്കാത്തതും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് കണ്ടെത്തലും വന്നതോടെ സർക്കാർ തന്നെയാണ് പ്രതിരോധത്തിലായത്. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അർജുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. പുനർജനി കേസ് അതൊരു പുതിയ സംഭവമേ ആയിരുന്നില്ല. പ്രളയശേഷം വീടുകൾ വെച്ച് നൽകാനും തൊഴിലുപകരണങ്ങൾ വാങ്ങി നൽകാനുമായി വി.ഡി. സതീശൻ ആരംഭിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം പദ്ധതിയാണ് പുനർജനി. ഈ പുനർജനി കേസിൽ ഫെമ ചട്ടലംഘനം നടന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിനാണിപ്പോൾ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വി.ഡി. സതീശന്റെ സ്വന്തം മണ്ഡലം പറവൂരിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു. അതിന് വിജിലൻസ് ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വിജിലൻസിന്റെ നല്ല റിപ്പോർട്ടും ഈ നിലവിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു നിലവിലെ ഒരു തിരഞ്ഞെടുപ്പ് സെന്ററായി മാത്രം കണ്ടാൽ മതിയോ, അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സർക്കാർ ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് അർജുൻ? ഗുഡ് മോർണിംഗ് സേതു. തെരഞ്ഞെടുപ്പ് കാലമാണ്. പലതരത്തിൽ വാർത്തകളൊക്കെ പൊടുന്നനെ പൊട്ടിവീഴുന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം. അതിന് സമാനമായി ഇന്നലെ പൊട്ടിവീണ കേസാണ് പുനർജനി കേസുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന് കുരുക്ക് എന്ന തലത്തിലേക്ക്. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ സ്വഭാവം മാറുന്നതാണ് നമ്മൾ കണ്ടത്. വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ കൊണ്ടുവരാൻ തക്ക റിപ്പോർട്ട് വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് നേരെ സർക്കാരിന് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. സതീശനെ മനഃപൂർവ്വം കുരുക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു, CPM നേതൃത്വം നൽകുന്നു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം അതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിദേശത്ത് പോയി തൻ്റെ അക്കൗണ്ടിലേക്ക് പണം അദ്ദേഹം കൈമാറിയിട്ടില്ല. വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിയാണെന്നുള്ള തെളിവോ തീരുമാനമോ ഉണ്ടാക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വി.ഡി. സതീശന് ആശ്വാസകരമാകുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സെപ്റ്റംബറിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തന്നെ ഇന്നലെ പുറത്തേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇത് സർക്കാരിൻ്റെ മനഃപൂർവ്വമുള്ള നീക്കമാണെന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തത്. ആ തരത്തിൽ തന്നെ അത് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം എന്തായാലും ആലോചിക്കുന്നത്. അതേസമയത്ത് ഇക്കാര്യത്തിൽ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോവിഡാനന്തരമാണ് ഈ തരത്തിൽ പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോവുകയും അവിടെ നിന്ന് നാട്ടിൽ തൻ്റെ മണ്ഡലത്തിൽ വീടുകൾ നൽകാനുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണം ആവശ്യപ്പെടുകയും ചെയ്തത്. ആ സാഹചര്യം നമുക്കറിയാം. കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ വിദേശത്ത് നിന്ന് സഹായം തേടാൻ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സമയത്താണ് ഇത്തരത്തിലൊരു സന്ദർശനം, സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ പോവുകയും അവിടെ നിന്ന് പണം ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ അടക്കം പുറത്തേക്ക് വരികയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഈ പണം കൈമാറ്റം, വിദേശത്ത് നിന്ന് പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്രിമത്വം അല്ലെങ്കിൽ അപാകത ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അധികാരം കേന്ദ്ര ഏജൻസികൾക്കാണ്, പ്രത്യേകിച്ച് CBIക്ക് ഉൾപ്പെടെയാണ്. അക്കാര്യത്തിൽ ഈ പറയുന്ന വിജിലൻസിനോ കേരളത്തിലെ ഒരു അന്വേഷണ വിഭാഗത്തിനോ ഒന്നും അത് അന്വേഷിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്കാണ് അതിൻ്റെ പരിധി. അതുകൊണ്ട് തന്നെയാണ് ഈ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്ന് വിജിലൻസ് വാദിക്കുന്നു. അതേസമയത്ത് നമ്മൾ കേരള സർക്കാരിനെ തുടർച്ചയായി കേൾക്കുന്നത് ഈ കേന്ദ്രം ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ വേട്ടയാടുന്നു, പലതരത്തിൽ BJP ഇതര സർക്കാരുകളെ വേട്ടയാടുകയാണെന്ന് നിരന്തരം വാദിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അങ്ങനെ ഒരു സർക്കാർ ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാർക്ക് എതിരായിട്ടുള്ള കേസിൽ അറിയാനുള്ളതും അർജുൻ, കാരണം ഇടതുമുന്നണി സർക്കാർ ഒരു CBI അന്വേഷണത്തിന്, ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു CBI അന്വേഷണത്തിന് ഈ ശുപാർശ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.